നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വേദജ്യോതിഷ പ്രകാരം ഉണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ മാറ്റങ്ങൾ ചിലത് അനുകൂലമായിട്ടും ചിലത് പ്രതികൂലമായിട്ടും ഒക്കെ ആയിരിക്കും. ആരോഗ്യത്തില്, കരിയറില്, സാമ്പത്തിക മേഖലകളില്, ദാമ്പത്യ ജീവിതത്തില്, അങ്ങനെ ഓരോ രാശിമാറ്റവും ഓരോ ഗ്രഹമാറ്റവും ഒക്കെ വിവിധ ഫലങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇപ്പൊ പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഓരോ മാറ്റത്തിനും അനുകൂലവും പ്രതികൂലമായ ഫലങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതില് ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ആകർഷകമായ രീതിയിൽ മാറ്റിമറിക്കുന്നവയായിരിക്കും. ഇപ്പോൾ ഈ ഘട്ടത്തിലെ ഗുണാനുഭവങ്ങളും ആഡംബര ജീവിതവും ഒക്കെ സമ്മാനിക്കുന്ന ഒരു രാജയോഗമാണ് പഞ്ചഗ്രഹി യോഗം. സാമ്പത്തിക മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നേട്ടങ്ങളിലേക്കാണ് നയിക്കപ്പെടുന്നത്. അപ്പോൾ അതിനോടൊപ്പം 5 ഗ്രഹങ്ങൾ ഒന്നിക്കുന്നതിലൂടെ പുതുവർഷം ഇനിയും അനുഭവിക്കാതെ വിധം സമൃദ്ധിയും സൗഭാഗ്യവും ഒക്കെ സമ്മാനിക്കുന്നുണ്ട്. 2026 ഫെബ്രുവരി മാസത്തിലെ കുംഭം രാശിയിലെ രാഹു, ബുധൻ, ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ എന്നീ 5 പ്രധാന ഗ്രഹങ്ങൾ ഒരുമിക്കുന്നതാണ് ഇതിന്റെ കാരണമായിട്ട് നമ്മൾ കാണുന്നത്. ഇതുവഴി നിങ്ങളുടെ ജീവിതം മാറി മറിയുകയും പഞ്ചഗ്രഹി യോഗം രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ യോഗം ഏത് രാശിക്കാർക്കാണ് അല്ലെങ്കിൽ എത്രത്തോളം നേട്ടങ്ങളാണ് നൽകുന്നു എന്നാണ് നമ്മൾ അടുത്തതായിട്ട് പരിശോധിക്കാനായിട്ട് പോകുന്നത്. മേടം, മിഥുനം, ചിങ്ങം, തുലാം, ഇടവം ഇവയാണ് ആ ഭാഗ്യരാശികൾ. ഇതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്കും ഈ യോഗം അനുഭവിക്കാനായിട്ട് കഴിയും. ഇപ്പൊ നമുക്ക് ആദ്യം മേടം രാശിയിലേക്ക് കടക്കാം. മേടം രാശി. ഇപ്പൊ മേടം രാശിക്കാർക്ക് ഈ യോഗം അവരുടെ 11ാം ഭാവത്തിലാണ് രൂപപ്പെടുന്നത്. അപ്പൊ ഇത് അംഗീകാരം നേടാനുള്ള ഒരു അവസരങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ തേടിയെത്തും. ജീവിതത്തിലേക്ക് വിവിധ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരികയും അവ അനുകൂല ഫലങ്ങളായിട്ട് മാറുകയും ചെയ്യും. ബിസിനസ് ആരംഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് വേണം പറയാൻ. കൂടാതെ ആരംഭിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കും. ജോലി മേഖലയിൽ നോക്കുകയാണെങ്കിൽ സ്ഥാനക്കയറ്റവും വരുമാന വർധനവും ഒക്കെ ലഭിക്കുന്ന അവസരങ്ങളും അതോടൊപ്പം എന്താ പറയാ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാനുള്ള ഒരു യോഗവും നിലവിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അടുത്ത മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് ഭാഗ്യം നിങ്ങളെ പിന്തുടരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് കാണുന്നത്. അപ്രതീക്ഷിത സാമ്പത്തിക മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തും. ജോലി മേഖലയിൽ നേട്ടങ്ങളും അത്ഭുതകരമായ രീതിയിലാണ് കാണപ്പെടുക. വിദേശ യാത്രകൾക്കൊക്കെ അനുയോജ്യമായ ഒരു സമയമാണ്. പഴയ കടബാധ്യതകളൊക്കെ തീർത്തുകൊണ്ട് അതിലൂടെ സന്തോഷവും സമാധാനവും ഒക്കെ നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. വിദ്യാഭ്യാസ രംഗത്ത് അനുകൂല മാറ്റങ്ങളൊക്കെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും. ആ കാര്യത്തിൽ ഞാൻ തികച്ചും നിങ്ങൾക്ക് ഉറപ്പ് പറയുകയാണ്. കൂടാതെ പുതിയ ബിസിനസ് പദ്ധതികളെയൊക്കെ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് വേണം പറയാൻ. അടുത്തത് ചിങ്ങം രാശിയാണ്. ശത്രുക്കളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സമയത്ത് അല്പം ഒരു ശ്രദ്ധയുടെ ആവശ്യം വരുന്നുണ്ട്. മത്സര പ്രവർത്തനങ്ങളിലെ എല്ലാ ശ്രമത്തിലും നിങ്ങൾ വിജയം കൈവരിക്കും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. സർക്കാർ ജോലികളിലും എല്ലാ അർത്ഥത്തിലും വിജയത്തിലേക്ക് ഒരു വഴി തെളിയിക്കുന്ന ഒരു സമയമാണ്. ബിസിനസ് രംഗത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളൊക്കെ ഗുണപരമായ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനിക്കുക. കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ വന്നു നിറയും. അതോടൊപ്പം ജീവിതത്തിലെ സന്തോഷകരമായ പല സംഭവങ്ങളും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകും. ദാമ്പത്യ ബന്ധങ്ങളിലും എന്താ പറയാ പ്രണയബന്ധങ്ങളിലും ഒക്കെ സന്തോഷവും ഐക്യവും ഒക്കെ അനുഭവപ്പെടും. അടുത്തത് തുലാം രാശിയാണ്. തുലാം രാശിക്കാർക്ക് നോക്കുകയാണെങ്കിൽ സാമ്പത്തിക മാറ്റങ്ങളൊക്കെ അത്ഭുതകരമായ ഫലങ്ങൾ നൽകുന്ന ഒരു സമയമാണ്. മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവപ്പെടും. വീടും വാഹനവും മറ്റ് സമ്പത്ത് വസ്തുക്കളെയൊക്കെ നിങ്ങളുടെ നേട്ടത്തിലേക്ക് ഒരു നയിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. പുതിയ പദ്ധതികളിൽ വിജയം നേടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്തും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കും. വരുമാനമൊക്കെ ഇരട്ടിയാവുകയും അതിലൂടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കും. സാമ്പത്തിക സുരക്ഷിതത്വമൊക്കെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൈവരിക്കാനായിട്ട് സഹായിക്കും.
അവസാനമായിട്ട് ഇടവൻ രാശിയാണ്. ഇടവൻ രാശിക്കാർക്ക് ഈ സമയത്ത് വരുമാനമൊക്കെ ഇരട്ടിയാവുന്ന ഒരു സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത്. കൂടാതെ വരുമാനമനുസരിച്ച് ചെലവുകളൊക്കെ ക്രമീകരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക നിയന്ത്രണമൊക്കെ ഉറപ്പാക്കാനും ലാഭകരമായ നിരവധി തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ബാങ്ക് ബാലൻസ് ഒക്കെ വർദ്ധിപ്പിക്കാനും കൂടാതെ കുടുംബത്തിലെ ശുഭകാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അപ്രതീക്ഷിത ലാഭവും എല്ലാവിധ കാര്യങ്ങളില് നിങ്ങൾക്ക് അനുഭവപ്പെടും. അനാവശ്യ ആശങ്കകളൊക്കെ പരിഹാരം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുവെന്നാണ് ഈ കാലത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ എടുത്തു പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.